മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ വിചാരണ കോടതിയിലെ രേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഒരു മാസത്തിനകം രേഖകൾ ഹാജരാക്കാനാണ് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സർക്കാരിന്റെ റിവിഷൻ ഹർജി ഹൈക്കോടതി ജനുവരിയിലായിരിക്കും പരിഗണിക്കുക. സാലി മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാലി, കൂടുതൽ തുടർ നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി കടന്നിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിൽ ഇപ്പോൾ കെ സുരേന്ദ്രനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടിക്കുള്ള സ്റ്റേ അത് മുന്നോട്ട് പോകുന്ന ഘട്ടമാണ്. കോടതി നടപടികളുടെ വിശദവിവരങ്ങൾ എന്തൊക്കെ? കാവ്യ, ഈ കെ സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കളായ പ്രതികളെ കുറ്റവിമുക്തരാക്കിയ കാസർഗോഡ് സെഷൻസ് കോടതിയുടെ നടപടി ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാരാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. മുൻപ് തന്നെ ഈ കേസ് ഹൈക്കോടതിയിൽ വന്നതാണ്. അപ്പോൾ ആ സെഷൻസ് കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഹൈക്കോടതി. നേരത്തെ തന്നെ സ്റ്റേ ഉണ്ട്. ആ സ്റ്റേ ഇരിക്കെയാണ് ഇന്ന് കേസ് വീണ്ടും പരിഗണിച്ചത്. അപ്പോൾ കോടതി ഇന്ന് പരിഗണിച്ചതിന് ശേഷം ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതിയിൽ ഇരിക്കുന്ന രേഖകൾ, ഫയലുകൾ ഹൈക്കോടതിയിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരു മാസത്തിനകം ഇത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് മുമ്പാകെ ഹാജരാക്കണം. ഈ സർക്കാർ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന റിവിഷൻ പെറ്റീഷൻ അത് ജനുവരിയിൽ പരിഗണിക്കും. ഒപ്പം ഇപ്പോൾ സെഷൻസ് കോടതി ഉത്തരവിന് നിലവിലുള്ള സ്റ്റേ അത് തുടരുകയും ചെയ്യും എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കൊക്കെ അറിയുന്നതുപോലെ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പിൽ BSP സ്ഥാനാർത്ഥിയെ പത്രിക പിൻവലിപ്പിക്കുന്നതിന് വേണ്ടി കോഴ വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ് കേസ്. അത് ആ സുന്ദരയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ കേസെത്തുന്നതും നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നതും. പക്ഷേ വിചാരണ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സുരേന്ദ്രൻ്റെ ഹർജി പരിഗണിച്ച് കാസർഗോഡ് സെഷൻസ് കോടതി ആ നടപടിക്രമങ്ങൾ റദ്ദാക്കുകയായിരുന്നു. അതിനെതിരെയാണ് സർക്കാർ ഹൈക്കോടതിയിൽ നേരത്തെ സമീപിച്ചത്. അത് കോടതി ഇന്ന് ഫയലിൽ സ്വീകരിച്ച ശേഷം എല്ലാ തുടർ നടപടികളും, അതായത് കുറ്റവിമുക്തരാക്കിയ നടപടി സ്റ്റേ ചെയ്ത് വാദം കേൾക്കാൻ തീരുമാനിച്ചിരുന്നു. അതിൽ വാദം കേൾക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നടപടിക്രമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ടത് എന്താണ് സെഷൻസ് കോടതിയിൽ നടന്നത് എന്നുള്ളത് അറിയുക എന്നുള്ളതാണ്. അപ്പോൾ സെഷൻസ് കോടതിയുടെ മുഴുവൻ ഫയലുകളും പരിശോധിക്കാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ സുപ്രധാനമായൊരു നീക്കമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഈ നടപടിക്രമങ്ങൾ തുടർന്നു പോകുന്നു എന്നുള്ളത് തിരിച്ചടി തന്നെയാണ്. ഈ സിംഗിൾ സെഷൻസ് ജഡ്ജിയുടെ വിധി ഒരു അനുകൂല ഘടകമായിരുന്നു. പക്ഷേ ഹൈക്കോടതി അത്തരത്തിലല്ല കേസിനെ പരിഗണിക്കുന്നത്, ഗൗരവത്തിൽ തന്നെ കാണുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇനി ജനുവരിയിൽ ഈ അപ്പീൽ റിവിഷൻ പെറ്റീഷൻ കോടതി വീണ്ടും പരിഗണിക്കും. ശരി, കാസർഗോഡ് സെഷൻസ് കോടതി വിചാരണ കോടതി രേഖകൾ മുഴുവനായും ഹാജരാക്കാൻ ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. ഒരു മാസത്തിനകം രേഖകൾ ഹാജരാക്കണം എന്നതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. സമഗ്ര വിവരങ്ങളാണ് സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് പങ്കുവച്ചത്.